അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. കഴിഞ്ഞ ദിവസം കല്ലായി അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒരു സംസാരം കേൾക്കുകയുണ്ടായി. നമുക്കതൊന്ന് കേട്ടു നോക്കാം. വളരെ വ്യക്തമാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരുപോലെയല്ല സമസ്തക്ക്. ആണോ? 89 പ്രതിസന്ധിയിൽ ഞാനും മായനാജിയും മുഹമ്മദ് ഫൈസിയൊക്കെ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ സമീപിച്ചു. ഇതൊരു വലിയ വെല്ലുവിളിയാണ്, ഇതൊരു പ്രതിസന്ധിയാണ്. എറണാകുളം സമ്മേളനം വിജയിച്ചാൽ പിന്നെ നമ്മൾ ഉണ്ടാവില്ല. ബഹുമാനായ AP ഇത് കൊണ്ടുപോകും. മഹാനായ ശൈഖുനയോട് പറഞ്ഞപ്പോൾ ശൈഖുന പറഞ്ഞത് ഉടനെ തങ്ങളെ വിളിക്കാനാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടി ഒരുപോലെയാണോ? ഇമ്പിച്ചു ബാബനെ വിളിക്കാൻ പറഞ്ഞിട്ടില്ല. ആരെയാണ് മുഹമ്മദിനെ വിളിക്കാൻ പറഞ്ഞിട്ടില്ല. ആകെ വിളിക്കാൻ പറഞ്ഞ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയാണ്. തങ്ങളെ വിളിച്ചു. തങ്ങൾ ആ സമ്മേളനം ബഹിഷ്കരിക്കണമെന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കി. തങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടാവുക നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാതൃസ്ഥലത്തിന്റെ മാധുര്യം മറന്നുപോയ വർഗവഞ്ചക പരിശകളായി നിങ്ങൾ മാറരുത് എന്ന് ഞാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ഉമ്മാന്റെ മുലപ്പാലിനോട് നന്ദി വേണം. ആ തങ്ങളാണ് സമസ്തയെ രക്ഷപ്പെടുത്തിയത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 100ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മൾ അഭിമാനത്തോടെ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മരണാനന്തര ബഹുമതി കൂടിയാണത് എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പറയണ്ട എന്നുള്ളത് ഏകദേശം ഐക്യത്തിൻ്റെ വക്കിലൊക്കെ എത്തിയ സമയമായതുകൊണ്ട് ഇതൊന്നും നമ്മൾ പറയില്ല. സത്യത്തിൽ ഇത് APK അനൈക്യത്തിൻ്റെ വിത്ത് വീണ്ടും പാകുകയാണ് അബ്ദുറഹ്മാൻ കല്ലായി എന്ന് പറയുന്ന ലീഗുകാരൻ സത്യത്തിൽ ചെയ്യുന്നത്. ഏതാണെങ്കിലും 1989 ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ നിലക്കൊരു പ്രസ്താവന ഇറക്കിയപ്പോൾ തന്നെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, ഇത് പാണക്കാട് തങ്ങൾ പാപ്പാൻ്റെ സ്വയഷ്ടപ്രകാരമുള്ളതല്ല, ആരൊക്കെയോ കറുത്ത കരങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന്. പല വിശദീകരണങ്ങളിലും ഇത് തങ്ങൾ പാപ്പയല്ല, തങ്ങൾ പാപ്പാനെ കൊണ്ട് ആരൊക്കെ പറയിപ്പിച്ചതാണ് എന്ന്. എന്തിനധികം പാണക്കാട്ട് തങ്ങൾ പാപ്പാൻ്റെ വഴിയിൽ തടഞ്ഞു പോലും ആ AP വിഭാഗത്തിൻ്റെ പരിപാടിക്ക് പോകാൻ പാടില്ല എന്ന് പോലും ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. പഴയ കാലത്ത് ആളുകൾ പറയാറുണ്ട്, ഇമ്മരപ്പടി പിന്നീട് വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞതുപോലെ 1989 എറണാകുളം സമ്മേളനത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുമ്പളങ്ങ കട്ടോൻ്റെ തോൾക്ക് നോക്കി എന്ന് പറഞ്ഞതുപോലെ 36 കൊല്ലം കഴിഞ്ഞു, 35 കൊല്ലം കഴിഞ്ഞതിന് ശേഷമെന്ന് മാത്രം അല്ലേ? ആലോചിക്കുക. ശംസുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ പാണക്കാട് തങ്ങൾ പാപ്പാനെ വിളിച്ചു. പാണക്കാട് തങ്ങൾ പാപ്പ പറഞ്ഞ സമൂഹത്തിനൊരു നിലയും വിലയും ഉണ്ടാവും, അതുകൊണ്ട് അങ്ങോട്ട് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം EP ഉസ്താദ് കൊണ്ടുപോകുന്നു. അപ്പോൾ അന്ന് തന്നെ ഭയപ്പെട്ടിരുന്നു, ഈ സമൂഹം സുന്നത്തി ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ച് നിന്നാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന രാഷ്ട്രീയക്കാർ അന്ന് തന്നെ ഭയന്നിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞത്. ഈ പറഞ്ഞത് തന്നെയല്ലേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. പരസ്യമായി സുന്നത്തി ജമാഅത്ത് പറയുമ്പോൾ വായ മൂടി കെട്ടാൻ നോക്കുക, എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മുശ്രിക്ക് ശിർക്ക് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പല്ലിളിച്ച് കാണിച്ചു കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടേക്കാ ദുരവസ്ഥ. അബ്ദുറഹ്മാൻ സാഹിബ് ഈ വാർദ്ധക്യ സാഹചര്യമായ ഈ സമയത്ത് പല സത്യങ്ങളും തുറന്നടിച്ച് പറയുന്നുണ്ട്. കാരണം എന്താ അറിയോ, ഈ യുവാക്കളായ കുട്ടികൾക്ക് ഇതൊക്കെ പഠിക്കട്ടെ, ഇയാളെ തൊള്ളിയിലൂടെ തന്നെ മനസ്സിലാക്കട്ടെ എന്തൊക്കെ കുത്തിത്തിരിപ്പ് ആരൊക്കെ നടത്തിയത് എന്നുള്ളത്. സുന്നത്ത് ജമാഅത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയത്തിന് നിലനിൽപ്പുണ്ടാവില്ല എന്ന് പേടിച്ചത് കൊണ്ട് എറണാകുളം സമ്മേളനം വിജയിക്കുമെന്ന് പേടിച്ചു. എന്നിട്ട് അന്ന് രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വത്തിൻ്റെ പാണക്കാട് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെ കൊണ്ട് പ്രസ്താവന നടത്തി. ഇനി അബ്ദുറഹ്മാൻ കല്ലായി പറയാത്ത ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് എന്തുണ്ടായി, ലീഗിൻ്റെയും SYSൻ്റെയും കൊടി ഒന്നിച്ച് കെട്ടിയിട്ട് പല വണ്ടികളും എറണാകുളത്തേക്ക് വിട്ടു. വിടണ്ടാന്ന് വിചാരിച്ച വണ്ടി കൂടി വിട്ടു. അതപ്പോൾ അതുകൊണ്ട് കിട്ടിയത്. എറണാകുളം സമ്മേളനം വലിയ വിജയമായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും പറയാറുണ്ടല്ലോ, ഈ 6 ആളെ പിടിച്ച് പുറത്താക്കിയെന്ന്. 6ൽ നിന്ന് 60ആയി, 60, 600ആയി, 6000ആയി, 6 ലക്ഷത്തിൻ്റെ മേലെയായി. ഇപ്പം എത്രയുള്ളത്? കേരളയാത്ര കണ്ടില്ലേ? ഇപ്പോൾ കഴിഞ്ഞ സമ്മേളനത്തിൽ, കഴിഞ്ഞ പ്രസംഗത്തിൽ കല്ലായി തന്നെ പറഞ്ഞു, കൊതിയാകുന്നു, അസൂയ തോന്നുന്നു തിരുവനന്തപുരത്തേക്ക് ആൾക്കാരെ കണ്ടിട്ട് എന്ന്. അപ്പോൾ ഇന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിലും പോരാ, ഇയാൾ വീണ്ടും പറയുന്നുണ്ട്. പറയട്ടെ, ഇയാൾ തന്നെ പറയട്ടെ.
അപ്പോഴാണ് ഇപ്പോൾ ക്യാമ്പയിൻ നമുക്കെതിരായിട്ട് ക്യാമ്പയിൻ. പഴയ കഥ പറഞ്ഞിട്ട് പറയാണ്, പണ്ട് EMSന്റെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കിയപ്പോൾ ഇവിടെ കോലിപ്പി പുതിയ തലമുറക്ക് കോലിപ്പി എന്ന് പറഞ്ഞാൽ തിരിയോ? കോൺഗ്രസ് ലീഗ് PSP കോലിപ്പി മുന്നണി ഉണ്ടായി. എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, കോൺഗ്രസ് മന്ത്രിസ്ഥാനം നൽകിയില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടി, എന്നിട്ട് 2 മന്ത്രിസ്ഥാനം നൽകി. ഇങ്ങനെ പോലീസ് പറയാണ്, ചില ആൾ പോലീസ് പറയാൻ ഇടയ്ക്ക് പറയുകയും ചെയ്യും, രാഷ്ട്രീയക്കാർ മതത്തിൽ ഇടപെടണ്ട. ഞാൻ അവരെ പറ്റി പറയുന്നു, അവർ കിണറ്റിലെ തവളകൾ കൂവമുണ്ടുവകൾ എന്ന സാഹിത്യത്തിൽ പറയാം. രാഷ്ട്രീയമില്ലെങ്കിൽ ഇന്ത്യയിൽ മതമുണ്ടോ? ബഹുമാനനായ കല്ലായി സാഹിബ്, സത്യത്തിൽ അത് മധു പറഞ്ഞതല്ല. ജനങ്ങൾ ചരിത്രം പറയുമ്പോൾ അത് മനസ്സിലാക്കണമല്ലോ. AKG സുന്ദരയ്യ ബാഫയ്ക്ക് തങ്ങൾ സിന്ദാബാദ് എന്ന് നമ്മളെ വല്യാപ്പമാർ, അതായത് നിങ്ങളൊക്കെ തന്നെയും മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് നിങ്ങളെ കാലഘട്ടത്തിൽ. AKG സുന്ദരയ്യ ആരായിരുന്നത്? ബാഫയ്ക്ക് തങ്ങൾ സിന്ദാബാദ് കൂട്ടി വിളിച്ചത്. അങ്ങക്ക് ഓർമ്മയില്ലെങ്കിൽ അത് ഓർമ്മയാക്കി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അനുഭവിച്ച ആളുകൾ പല ആൾക്കാരുണ്ട്. മുദ്രാവാക്യം വിളിച്ച ആൾക്കാർ എല്ലാവരും മണ്ണൂർ പോയിട്ടില്ല. അതറിയുന്ന ആൾക്കാരത് പറയും ഇല്ലേ? ഇല്ലെങ്കിൽ പറയും AKG സുന്ദരയ്യ ബാഫയ്ക്ക് തങ്ങൾ സിന്ദാബാദ് മുദ്രാവാക്യം വിളിച്ചിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയും. എന്ന് മുതലാണ് ഞങ്ങൾ അധികാരത്തിൽ വരാൻ തുടങ്ങിയത്? അപ്പോൾ ആ ചരിത്ര പശ്ചാത്തലങ്ങൾ ജനങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിന് നിങ്ങൾ ബേജാറായിട്ട് എന്താ കാര്യം? ഇനിയിപ്പോൾ അത് മാത്രമല്ല, ഇയാൾ പലതും പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ മുഖ്യമന്ത്രി മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഷെയർ മുബാറക്കുമായി ബന്ധപ്പെട്ടിട്ട് അയാൾക്കെന്ത് ഷെയർ മുബാറക്ക്? ഷെയർ മുബാറക്കിനെ നിങ്ങൾ അംഗീകരിച്ചിരുന്നു. ഷെയർ മുബാറക്കിൻ്റെ വിവാദം എന്നിട്ട് ശുംഭന്മാൻ എന്ന് പറഞ്ഞിട്ട് അബ്ദുറഹ്മാൻ കല്ലായി എന്തെല്ലാം പ്രസംഗിച്ചു. ഇതേ അബ്ദുറഹ്മാൻ കല്ലായിയുടെ ആ പ്രസംഗം നമുക്കൊന്ന് കേട്ടോക്കാം. ഒന്ന് മനസ്സിലാക്കിയ പോലെ ഒരനുഭവം, ഒരു മുടി വിവാദം ഉണ്ടായല്ലോ. അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ചോദിച്ചു, എന്താണ് അഭിപ്രായം? അത് ബോഡി വേസ്റ്റാണ്, ബോഡി വേസ്റ്റ്. ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയാണ്. ഉമ്മൻചാണ്ടിയോട് ചോദിച്ചു, എന്താണ് അഭിപ്രായം? അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, ഞാൻ പണ്ഡിതനല്ലല്ലോ, എങ്കിലും ഞാൻ പറയട്ടെ, അതൊരു സാധാരണക്കാരന്റെ മുടിയല്ലല്ലോ, അവഗണിച്ച് തള്ളരുത്. എത്ര കിൻഡൽ ഘനമുള്ളതാണ് അഭിപ്രായം, ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ കല്ലായി സാഹിബേ, ആ വിവാദം ഉണ്ടായ സമയത്ത് ഈ ഉമ്മൻചാണ്ടി ചിന്തിച്ചതുപോലെ പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്തെല്ലാം വിളിച്ചു പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൊക്കെ അതിപ്പോഴും ലഭ്യമാണ്. അതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ പാപ്പാനെ ഞങ്ങൾ തോന്നിയാസം വിളിച്ചു. വഫാത്തായി പോയ പല ഉസ്താദുമാരെ നിങ്ങൾ തോന്നിയാസം വിളിച്ചു. നിങ്ങളെ കൂട്ടത്തിൽ ഇന്നിപ്പോൾ നിങ്ങൾ ആർക്കെതിരെയായി സംസാരിക്കുന്ന അവർ പൊട്ടിച്ചിരിക്കുക. ആ വേദിയിലെടുക്കുന്ന പല ആൾക്കാർ ഇന്നുണ്ടാവും. ആ വേദിയിലെ പ്രസംഗങ്ങളൊക്കെ ശുംഭന്മാർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതായത്. ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ ഉമ്മാൻ്റെ നിക്കാഹിനെ പറ്റി നിങ്ങൾ പറഞ്ഞു. അതിപ്പോൾ നിങ്ങൾ ഷജറക്കെതിരെയും പറയുന്നുണ്ട്. ഉമ്മാൻ്റെ നിക്കാഹും മലപ്പാളും പറയാത്ത ഒരു പ്രസംഗങ്ങൾ 89 ശേഷം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു സത്യമാണ്. ഞാനിപ്പോൾ പറയുന്നത്, ഈ കിൻഡൽ കണക്കിന് കനുള്ള ഈ സാധനം ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി ചിന്തിച്ച അത്ര പോലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. ആര്? ഈ ഉമ്മൻചാണ്ടി ആണെങ്കിലും പിണറായി ആണെങ്കിലും മറ്റുള്ള രാഷ്ട്രീയക്കാരാണെങ്കിലൊക്കെയും അവരൊന്നും മുസ്ലിങ്ങളല്ല. ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ അള്ളാഹുവിനെയോ പരിചയമുള്ള ആളുകളല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നഖമാണെങ്കിലും മുടിയാണെങ്കിലും ഒക്കെ ബോഡി വേസ്റ്റ് എന്ന് പറയും, അതല്ലാത്തതെന്ന് പറയും. കാരണം അവരൊന്നും അവരെ അംഗീകരിക്കുന്ന ആൾക്കാരല്ല. എന്തിനധികം വഹാബികളായ നിങ്ങളെ കൂടെ നടക്കുന്ന ആളുകൾ പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയെ അംഗീകരിക്കാറുണ്ടോ? ഷെയർ മുബാറക്കിനെ ഇല്ല. ആ കാലത്തിൽ നിങ്ങളും അംഗീകരിച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾ എന്തെല്ലാം കോലത്തിലാണ് സംസാരിച്ചത്. എന്നിട്ട് ഇപ്പോൾ അനുനയത്തിനും വേണ്ടിയിട്ട് ഒരു ഭാഗത്തിനെ അവഹേളിക്കാൻ വേണ്ടി മറ്റേ ഭാഗത്തിനെ പൊക്കുന്നതിൻ്റെ ഒരു ശൈലിയാണ് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നന്നായി അറിയാം. ഓർമ്മയുണ്ട് നിങ്ങൾക്കത് ദുബായിലേതോ പെണ്ണിൻ്റെ മുടിയാന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അത് അമ്മുവിൻ്റെ മുടിയാന്ന് പറഞ്ഞത്? അടിച്ചു തളിക്കുന്ന അമ്മുവിൻ്റെ, ചളാരി സമസ്തയിലെ ഓഫീസ് അടിച്ചു തളിക്കുന്ന അമ്മുവിൻ്റെ മുടിയാന്ന് പറഞ്ഞത്? സ്വാമിജിയുടെ മുടിയാണെന്ന് പറഞ്ഞത്? 40 ചിരട്ട വിട്ട് കത്തിക്കണമെന്ന് നിങ്ങളെ കൂട്ടത്തിലെ പല ആൾക്കാരും പറഞ്ഞു. നിങ്ങൾ പൊട്ടിച്ചിരിച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ?
അപ്പോൾ അതൊന്നും കൂടുതൽ പറയിപ്പിക്കേണ്ട. അതൊക്കെ പൊതുജനത്തിന് നന്നായി ഓർമ്മ ഉണ്ടാവും. നിങ്ങൾ കോരാസനാദി കുടിക്കണതായതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ ഓർക്കുന്ന ആൾക്കാർ ഇനി നമ്മളാരും ഓർത്തില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഉണ്ടാവും പഴയ കാലത്തെ പ്രസംഗങ്ങളൊക്കെ. അതവിടെ ഉണ്ടാവും. അതവർ കേട്ടാൽ അവന് മനസ്സിലാക്കുകയും ചെയ്യും ആ വിഷയത്തിൽ നിങ്ങളെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത്. പാണക്കാട് തങ്ങളില്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? നിങ്ങൾ ആലോചിക്കണം. എല്ലാ മഹല്ലുകളെയും സമസ്തയുടെ കൂടെ നിർത്തിക്കൊടുത്തു. എല്ലാ നേതാക്കന്മാരെയും സമസ്തയുടെ കൂടെ നിർത്തിക്കൊടുത്തു. അതന്നെയാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി തങ്ങൾ ഒരവസരം പറഞ്ഞത്, എല്ലാ ലീഗ് ഓഫീസും സമസ്തൻ്റെ ഓഫീസാക്കണം. അല്ലേ കുട്ടിയസദാരിമി? സുന്നി ഓഫീസാക്കണം. അത്രയേറെ കടപ്പാടുണ്ട്. പാണക്കാട്ട് കുടുംബത്തോട് അത്രയേറെ കടപ്പാടുണ്ട് എന്ന് പുതിയ തലമുറ മനസ്സിലാക്കണം. ഈ മുരുക്കുമെന്നെടുത്ത് മുള്ളിയിരുത്തുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞതുപോലെ ഇയാൾ നേരെ ചോദിക്കുന്നത് കുറ്റിക്കാട്ടൂർ കുട്ടിയസൻ ദാരിമിയോടാ, ഒന്നൊന്നര ദാരിമിയോട്. നല്ല രസമായിപ്പോയി. ഏതാണെങ്കിലും നിങ്ങൾ പ്രസംഗത്തിൽ പല കാര്യങ്ങളൊക്കെ യുവതലമുറ മനസ്സിലാക്കും. കാരണം ലീഗും ദീനും ഒന്നാണെന്ന് പറഞ്ഞ നേതാക്കന്മാരും ലീഗ് ഓഫീസുകളൊക്കെ ദീൻ ഓഫീസ് തന്നെയാണ്, ദീൻ ഓഫീസൊക്കെ ലീഗിൻ്റെ ഓഫീസാണ്, ഇത് രണ്ടും ഒന്നാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ യുവതലമുറ പറഞ്ഞിരുന്നത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാണ്. ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുക ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ലീഗ് ഓഫീസ് തന്നെയാണ് ദീൻ ഓഫീസ്, ദീനിൻ്റെ ഓഫീസാണ് ലീഗ് ഓഫീസ്, ലീഗും ദീനും ഒന്നാണ്. ഇതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. മുമ്പ് പഴയ കാലത്ത് നേതാക്കന്മാരെങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 10-35 കൊല്ലം പഴക്കമുള്ളത് കൊണ്ട് അതിന് ശേഷം ജനിച്ച കുട്ടികൾക്ക്, ഈ 10-35 വയസ്സുള്ള കുട്ടികൾക്കൊന്നും ഇത് അറിയില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ല അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതായത് AP വിഭാഗം സുന്നികളായ ആളുകൾ പലപ്പോഴും നിങ്ങളെ പ്രവർത്തകന്മാരായ ആളുകളോട് ഇങ്ങനെയൊക്കെയാണ് AK പിളർപ്പിന് കാരണങ്ങൾ ഇജാതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കുട്ടികൾ പറയണേ നിങ്ങൾ നുണ അറിയണം അങ്ങനത്തെ ഒന്നുമില്ല എന്ന്. അപ്പോൾ എന്തായി? ഇപ്പം നിങ്ങൾ ഇജാതി പ്രസംഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയണം. കാരണം എന്താ? പഴയ കാലത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതിന് തെളിവാണത്. ഇപ്പോൾ കണ്ടാൽ നിങ്ങൾ ലീഗും ദീനും ഒന്നാണ് എന്ന് നിങ്ങളെ നേതാക്കന്മാർ പറഞ്ഞതാണ് ഇതിന് കാരണം എന്ന്. ഞാൻ തന്നെ പലപ്പോഴും പല ഗ്രൂപ്പുകളും പറയുമ്പോൾ അതില്ല ഞങ്ങൾക്ക് തെളിവ് കൊണ്ടുവരാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയും. ഇപ്പോൾ കല്ലായിനെക്കാട്ടിയും വലിയ തെളിവ് ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടോ? ലീഗിൻ്റെ കുട്ടികൾക്ക് കല്ലായി തന്നെ പച്ചക്ക് പറയാണ് അങ്ങനെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ 1989 നിങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് യുവതലമുറക്ക് കേൾക്കാൻ പോലും പറ്റാത്ത സംഗതികളാണ് അല്ലേ, മതത്തിൻ്റെ പേരിൽ. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഏതാണെങ്കിലും പഴയ കാലത്തെ ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇജാതി നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും വിരിപ്പലകളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇങ്ങനെ പുറത്തേക്കിടുമ്പോൾ അത് യുവതലമുറക്ക് പഠിക്കാൻ വളരെ ഉപകാരമാണ്. ഏതാണ് ഇജാതി കാര്യങ്ങൾ, ഈ രൂപത്തിലുള്ള പ്രഭാഷണങ്ങൾ കല്ലായി സാഹിബിൻ്റെ ഇജാതി പ്രഭാഷണങ്ങളൊക്കെ സ്വാഗതാർഹമാണ്. ഇനിയും ഇത്തരം പ്രഭാഷണങ്ങൾ വരണം. കാരണം 1989 എന്തൊക്കെ സംഭവിച്ചു, എന്താ പിളരാണ്ടായ കാരണം, എന്തൊക്കെയാണ് അന്ന് അക്കാലത്ത് അവരുടെയൊക്കെ വായിലൂടെ വന്നത്, ഇതൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ പ്രഭാഷണങ്ങൾ വളരെ ഉപകാരമായിരിക്കുന്നതാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം.